കുറെ നാളെ ഒരു ഇന്റർസിറ്റി ഊബർ ലേണിങ്സ് എത്രയാണ് 3278 ആയിട്ടുണ്ട്. റാപ്പിഡോയിൽ ഇത് സംസാരിച്ചോണ്ട് ഇന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ രാവിലെ യൂബർ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കണേണ്ട. യൂബർ റാപ്പിഡോ ഓൺലൈൻ ടാക്സി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് ഇങ്ങനെ ഓടണ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു വ്ളോഗും ചെയ്തിട്ടില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിപ്പായിരുന്നു. അപ്പോൾ ഓടാൻ പോകുന്നുണ്ടായി, പിന്നെ അല്ലാണ്ട് പേഴ്സണൽ ട്രിപ്പ് കുറേ ഉണ്ടായി. പിന്നെ ഒരു ബാങ്കിൽ നിന്ന് യൂണിയൻ ബാങ്കിൻ്റെ ഒരു ഓട്ടം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ട്രിപ്പ് ഉണ്ടായി. അങ്ങനെ ആ ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഒരു ഡേ ഫുള്ളായിട്ട് ഓൺലൈൻ ടാക്സി, യൂബർ റാപ്പിഡോ അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ആളെങ്ങനെ ഓർക്കണം. അപ്പോൾ കുറേ ദിവസമായിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പം ഇന്നൊരു അങ്ങനത്തെ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാലാന്ന് ഓർത്തിട്ടാണ്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഒരു 7:40 രാവിലെ ഇറങ്ങിയേക്കണേ ഓടാൻ പോകാൻ വേണ്ടിയിട്ട്. സൺഡേ ആയതുകൊണ്ടിട്ട് വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ ഓൺലൈനിലാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഓൺലൈനിലാക്കാന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണത്. എന്തായാലും എത്രയും പെട്ടെന്ന് ട്രിപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ഏണിങ്സ് ഒപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഓടാൻ ഇറങ്ങിയിട്ട് വൈകിട്ട് വരെ എത്ര രൂപ ഒപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നോക്കാമെന്ന് ഓർത്തിട്ടാണ്. എല്ലാവർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ഓട്ടം ഉണ്ടാവും, ചിലർക്ക് ഓട്ടം ഉണ്ടാവില്ല. ചില ദിവസം ഓട്ടം ഉണ്ടാവും, ചില ദിവസം ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാൻ പാടില്ല. 7:40 ആയിട്ടുണ്ട്, നമ്മൾ ഓൺലൈനിലും ആക്കിയിട്ടില്ല. അപ്പോൾ എന്താവും എങ്ങനെയാവും നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഊബർ ഓൺലൈനിലാക്കാൻ വേണ്ട. നമുക്ക് ഈ പേഴ്സണൽ ട്രിപ്പ് എല്ലാം കൂടി ആയതുകൊണ്ട് ഊബറൊന്നും അത്രക്ക് ഇതായിട്ട് ഓടിയിട്ടില്ല. പിന്നെ ഇന്നലെ നല്ല സർജൊക്കെ ഉണ്ടായി. ഇന്നലെ ഒരുപാട് ട്രിപ്പ് അടിക്കുന്നുണ്ടായി വൈകിട്ട്. പക്ഷേ എനിക്ക് ഫോട്ടോ വെച്ചിട്ട് ട്രിപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോകുന്നു. പിന്നെ എനിക്ക് ഇങ്ങോട്ടൊരു 350 രൂപ അവർ തരാനുണ്ട് ഊബറിൽ. പിന്നെ റാപ്പിഡോ ഓൺ ചെയ്യാം. ഇന്നലെ റാപ്പിഡോയിലും വലിയ കുഴപ്പമില്ലാണ്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വൈകിട്ടായപ്പോഴത്തേക്കും. ഞാൻ വൈകിട്ട് കുറച്ച് നേരം ഓടാൻ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ റീചാർജ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ റാപ്പിഡോ റീചാർജും ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആകുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവാറില്ല. ട്രിപ്പ് രാവിലെ തന്നെ ഇത്രയും രാവിലെ നമ്മൾ ഓടാൻ സാധാരണ നോർമൽ ഡേ പോലും ഇറങ്ങാറില്ല. അപ്പം ഇന്ന് എന്തായാലും രാവിലെ തന്നെ ചാടി ഇറങ്ങിയത് അമ്മ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 7:45 സമയം. ട്രിപ്പ് അടിക്കുന്നുണ്ട്. 7 കിലോമീറ്റർ 156 രൂപ, 7.5 കിലോമീറ്റർ. റേറ്റ് കുറച്ച് ഷോവാണ് രാവിലെ തന്നെ ആയതുകൊണ്ടിട്ടേ. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ടാവും. തോപ്പുംപടി നിന്നാണ്. എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് അല്ലേ, ക്യാൻസൽ ആക്കണ്ട. ഇന്നലെ കുറേ ക്യാൻസൽ ചെയ്തതാ. റേറ്റ് കുറവാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, എറണാകുളത്തേക്ക് പോകാൻ മതി. പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഒരു 7.5 കിലോമീറ്റർ ഓടാണ്ടായി. 150 രൂപയാണ് നമുക്ക് കിട്ടിയേക്കണം. അതിൽ 150 രൂപ റേറ്റ് കുറവാണ്. പിന്നെ റോട്ടിലൊന്നും വണ്ടിയൊന്നും ഇല്ലാന്ന് കൊണ്ടിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് എത്തി. പിന്നെ ഫോർട്ട് കൊച്ചി, അയ്യോ റാപ്പിഡോയിൽ ഫോർട്ട് കൊച്ചിക്ക് ട്രിപ്പ് അടിച്ച് കിട്ടിയില്ല. പെട്ടെന്ന് എത്തി നമ്മ ഇങ്ങോട്ട്. പക്ഷേ ഒരു 7.5 കിലോമീറ്റർ ഉണ്ടായി, നഷ്ടമായിരുന്നു. ഇപ്പം ഏകദേശം സെയിം ലൊക്കേഷനിലേക്ക് തന്നെ, സെയിം അല്ല കുറച്ചും കൂടി ഇപ്പം 7 എന്നുള്ള ഒരു 10 കിലോമീറ്റർ 11 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലേക്കുള്ള ട്രിപ്പാണ് ഇപ്പോൾ റാപ്പിഡോയിൽ അടിച്ചത്. ഊബറിൽ അടിച്ച സമയത്ത് 244 രൂപയാണ് കാണിച്ചത്. അപ്പോൾ ഊബറിനേക്കാൾ റേറ്റ് കൂടുതൽ മിക്കപ്പോഴും തന്നെ റാപ്പിഡോയിൽ തന്നെയാണ് നമുക്ക് ഫെയർ കൂടുതൽ കിട്ടണത്. പിന്നെന്താ, എനിക്ക് ഇതിലൊരു 40 രൂപ എക്സ്ട്രാ കിട്ടിയായിരുന്നു ഈ 149 രൂപയുടെ ആ ട്രിപ്പിൽ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം ഒരു ജസ്റ്റ് തൊട്ടടുത്തുനിന്ന് തന്നെ ഒന്ന് ഒരാളെ കൂടി പിക്ക് ചെയ്യാനുണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ അടുത്തുള്ള കാര്യം പറഞ്ഞാൽ ആകെ നമുക്ക് ഈ ഒരു എമൗണ്ടാണ് കിട്ടണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ നേരത്ത് നമുക്ക് നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എക്സ്ട്രാ എമൗണ്ട് അവർ തന്നു. ഒരു 40 രൂപ എടുത്ത് തന്നു. ഞാൻ 40 രൂപ വേണമെന്നൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ള സീനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 40 രൂപ തന്നു.
പിന്നെ അത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുണ്ട്. പക്ഷെ ഊബറിലൊന്നും അടിച്ചിട്ടില്ല. റാപ്പിഡോയിൽ ഇപ്പോൾ അടിച്ചാണെങ്കിൽ കിട്ടിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഓഫ്ലൈനിലാക്കിയിടാന്ന് ഓർത്താ. ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ശരവണ ഭവനുണ്ട്. അവിടെ നിന്ന് ലേറ്റായിട്ട് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് എന്തായാലും അവിടെ ഒരു 5-10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പൊന്നും അടിച്ചില്ല. എന്തായാലും ചായ പിടിച്ചിട്ടൊക്കെ തുടങ്ങാൻ. സൺഡേ ആയിട്ട് ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ പറഞ്ഞു. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടിട്ട് എനിക്കൊന്ന് 2 ദിവസം അടുപ്പിച്ച് ലീവ് ഉള്ളത് കൊണ്ടിട്ട് എല്ലാവരും നാട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേക്കണെന്ന് തോന്നുന്നു. പിന്നെ സൺഡേ ഓട്ടം സെറ്റായി വരാനും ഒരു കുറച്ച് ടൈം എടുക്കും. ഒരു 10-11 മണിയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ചായ പിടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഓൺലൈനിലാക്കിയപ്പോൾ തന്നെ തൃപ്പൂണിത്തുറക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അത് ഫെയർ ഭയങ്കര ശോകമായതുകൊണ്ടിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഓൾറെഡി നമ്മൾ ഒരു ട്രിപ്പ് എടുത്താൽ ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടിച്ചത്. റാപ്പിഡോ ഒന്ന് ഓൺ ചെയ്തിട്ട് പോകാം. ഫെയർ വൻ ശോകമാണ്. അടിച്ചണ്ടിക്കൊണ്ട് പുള്ളി യൂബർ ഓൺലൈൻ ആക്കൊണ്ട് ട്രെയിൻ വന്നിട്ടുണ്ടെന്നോ അതായി അടിച്ചണ്ടിരിക്കണത്. കുമ്പളങ്ങി അയ്യോ അതും കിട്ടിയില്ല. ട്രിപ്പ് എടുക്കാണ്ടിരുന്നാലും പ്രശ്നമാണ്. അതാ പ്രശ്നം. പള്ളൂരത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 8 കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മുടെ സൗത്തിൽ നിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റിൽ നിന്ന് എന്തായാലും പോയി ഡ്രോപ്പ് ചെയ്യാം. വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. റാപ്പിഡോല ട്രിപ്പ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും പോയി എടുക്കാം. ഇതല്ല ട്രെയിൻ വന്നേണെന്ന് തോന്നാൻ. ഊബറിലാ ഫെയർ വൻ ശോകമായിരുന്നു. ഞാൻ അത് കാരണം റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 250 രൂപ. അത് അക്സെപ്റ്റ് ചെയ്ത് യൂബർ നൈസായിട്ട് ക്യാൻസൽ ആയിട്ട് എടുക്കാന്ന് ഓർത്താം. കുറെ നാളെ ഒരു ഇന്റർസിറ്റി അങ്ങോട്ടെങ്കിലും പാട്ടെ. ലീന ആ ട്രിപ്പ് റാപ്പിഡോയിൽ വന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ. അതിൽ 249 രൂപ കിട്ടി. അപ്പോൾ അതെ ഊബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 1000 രൂപ കാണിച്ചേക്കണത്. എങ്ങോട്ടാണെന്നാവും മനസ്സിലായില്ല. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. നമ്മൾ ആ ട്രിപ്പ് ചേന്നമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ നോർത്ത് പറവൂർ ഭാഗത്ത്. അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് 956 രൂപ. ടോട്ടൽ ഊബറിൽ 1106 രൂപ. റാപ്പിഡോയിൽ ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ച്. പക്ഷേ വേറെ ഇങ്ങോട്ടോ പോകാനുള്ള നമ്മുടെ CNG കുറച്ച് തീരാറായിട്ടുണ്ട്. അടിച്ചപ്പോൾ പ്രഷർ കുറവാർന്നു തോന്നുന്നു. ഈ സൈഡ് ഇത് ക്യാൻസൽ ചെയ്യാമെന്ന് ഓർത്താണ്. കാരണം വേറെ ഏതോ ഒരു ഏരിയയിലേക്കാണ് ആ ട്രിപ്പ് അടിച്ചത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ CNG ഇല്ലെങ്കിൽ പിന്നെ പണിയാവും. തൽക്കാലം ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി ട്രിപ്പ് അടിക്കുമോ നോക്കാം. അല്ലെങ്കിൽ പതിയെ എന്തായാലും ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം ഒരു CNG പമ്പ് ഉണ്ട്. അപ്പം പതിയെ ഒന്ന് അങ്ങോട്ട് ഓടിക്കാൻ പോണേ. നമുക്ക് ഈ ട്രിപ്പിൽ 40 സംതിങ് കിലോമീറ്ററാണ് ഓടിക്കാനുണ്ടായത്. കുഴപ്പമില്ല. റിട്ടേൺ കിട്ടിയ രക്ഷപ്പെട്ടു നമ്മൾ തിരിച്ചെറണാകുളത്തേക്ക്. ഭാഗ്യമുണ്ട്. റാപ്പിഡോയിൽ അത് ക്യാൻസൽ ചെയ്തെങ്കിലും നമുക്ക് ഊബറിൽ കിട്ടിയിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിലേക്ക് എടപ്പള്ളി. അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ CNG അടിക്കണായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പോണ വഴിക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്തായാലും പെട്ടെന്ന് പിക്കട്ടെ. 1.4 കിലോമീറ്റർ ഇളപ്പിക്കുക. 300 സംതിങ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മത് അമൃത ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്.
നമ്മുടെ CNG ഫുള്ള് വറ്റി തീർന്നിരിക്കണേ. പെട്രോളിലായി ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അർജൻ്റ് ആയിരുന്നത് കാരണം ഞാൻ പിന്നെ CNG പമ്പിലൊന്നും കയറാനൊന്നും നിന്നില്ല. ഇപ്പം ഈ ട്രിപ്പിൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 326 രൂപയാണ്. ടോട്ടൽ 1432 രൂപയും പിന്നെ റാപ്പിഡോയിലും ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന വഴിക്കാൻ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി ഇവിടെ നിന്ന്. പക്ഷേ CNG അടിക്കാണ്ട് ഇനി ഓടണ പണിയാണ്. അപ്പോൾ കാരണം ഓഫ്ലൈനിലാക്കിയിട്ട് CNG പമ്പിലേക്ക് പോകണേ. പിന്നെ ഫുൾ ടാങ്ക് CNG ആക്കിയിട്ടുണ്ട്. 0 ആക്കിയിട്ടേക്കാം. 3 കിലോമീറ്റർ കിട്ടും. റാപ്പിഡോ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചാലോ എന്ന് പറയണേ. ഫുഡ് കഴിച്ചിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാ. ഓഫ്ലൈനിലാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി സ്റ്റാർട്ടാ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത്. ഈ വഴി എപ്പോൾ പോയാലും തറവാട്ടി കയറി കഴിച്ചിട്ടേ പോകാറുള്ളു. നല്ല ഫുഡാണ്. ബാക്ക് ടു വർക്കിലേക്ക് പോവാം നമുക്ക്. ഓൺലൈനിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കിടന്ന് അടി കിട്ടാൻ കുറച്ച് ചാൻസ് കുറവായിരിക്കും. പതിയെ ആ ജംഗ്ഷനിൽ അങ്ങോട്ടോ ഒരിടത്തോട്ടൊക്കെ മാറ്റിയിടണം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടും. എന്നാലും ചാൻസ് കുറവാണ്. പതിയെ അങ്ങോട്ട് ഓടിച്ച് മാറ്റിയിട്ട് നോക്കാന്ന് ഓർത്താം. പതിയെ കുറച്ചിങ്ങോട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേ ലുലു മാളിൻ്റെ ബാക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസ് അല്ല, ബാക്കിൽ. ഇവിടെ ഞാൻ പതിയെ കണ്ട് ഓടിച്ച്. എനിക്കറിയാം ലുലു മാളിൻ്റെ അങ്ങോട്ട് വന്നാൽ പെട്ടെന്ന് കിട്ടുമല്ലോ എന്നോർത്ത് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് എളുപ്പം കുറച്ചിങ്ങോട്ട് ഓടിച്ച് ദേ ഇവിടെ 1 മിനിറ്റ് കാണിക്കണം. എന്തായാലും പഠിപ്പിക്കട്ടെ. അയ്യോ കിട്ടിയില്ല ആ ഫോട്ടോ വെച്ചിക്ക്. 400 രൂപ. റാപ്പിഡോയിൽ ഫസ്റ്റ് എടുക്കണവർക്കാണ് ആ ട്രിപ്പ് കിട്ടണമെന്ന് തോന്നുന്നു. ഊബർ പോലെ തന്നെ ഫോർട്ട് കൊച്ചിക്ക് അടിച്ചത് 300 സംതിങ് രൂപ. ഊബറിൽ ഭയങ്കര ചാർജ് കുറവ്. റാപ്പിഡോയിൽ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കിട്ടുന്നുണ്ട്. കിട്ടിയ കൊള്ളാറുണ്ട്. തൽക്കാലം ഒന്ന് ഇത് വയ്പ്പിക്കാം. റാപ്പിഡോയിൽ പിന്നെയും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ലുലുന്ന് തന്നെ ഇതേണ്ട. റാപ്പിഡോ എടുക്കണോ ഊബറിൽ എടുക്കണോന്നൊരു ഡൗട്ടായി. ഇപ്പം റാപ്പിഡോയിൽ ആൾ നിൽക്കണത് മെയിൻ എൻട്രൻസിലാണ്. ഞാൻ ഇപ്പം അകത്തേക്ക് ബാക്ക് എക്സിറ്റ് എൻട്രൻസ് കയറി. അപ്പം ഇനി റാപ്പിഡോയിലെ കളഞ്ഞിട്ട് ഇത് തന്നെ എടുക്കാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇനി കറങ്ങാൻ കുറച്ച് ടൈം എടുക്കും അവിടെ ചെല്ലാൻ. നൈസായിട്ട് ഇത് ക്യാൻസൽ ചെയ്യാം. കുറേ ക്യാൻസൽ ചെയ്യണം ഇപ്പം. അത്യാവശ്യം വലിയ ട്രിപ്പ് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് ഒരു ചെറിയ ട്രിപ്പ് തന്നെയാണ്. തൽക്കാലം ഓഫ് ചെയ്ത് തന്നെ നല്ലത്. ഇപ്പം പിന്നെ അടിച്ചോണ്ടിരിക്കും. ഞാൻ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ 170 രൂപയാണ് കിട്ടിയത്. നമ്മളിവിടെ ട്രിനിറ്റി വേൾഡ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. എടപ്പള്ളി ട്രിപ്പ് അടിക്കുന്നുണ്ട്. റേറ്റ് ഭയങ്കര കുറവാണ് ഊബറിൽ. റാപ്പിഡോയിൽ വെയിറ്റ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ കിട്ടും. കിട്ടിയിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ പിക്കപ്പ്. നഷ്ടമാണ്. അതിന് മുമ്പ് റാപ്പിഡോയിൽ വേറെ വല്ല ട്രിപ്പ് കിട്ടി അതെടുക്കാം. നേരത്തെ ആ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത്. കാരണം അത് അത്ര ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത്. റിക്വസ്റ്റ് വരുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അത് നേരത്തെ എടുത്ത ട്രിപ്പ്
എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 3 കിലോമീറ്റർ പിക്കപ്പ് കൊണ്ട് പിന്നെ നമുക്ക് എത്ര 8 കിലോമീറ്റർ ആയിട്ട് പോകാൻ 150 രൂപ അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചുള്ളത്. അപ്പം ഞാൻ പിന്നെ അത് എനിക്ക് റാപ്പിഡോയിലോ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒന്നും അടിച്ചില്ല. ഇപ്പോൾ ഊബറിൽ അടിക്കുന്നുണ്ട്, ഫോട്ടോ വെച്ചിട്ടൊക്കെ അടിച്ചായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. റിക്വസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. മാച്ച് ട്രിപ്പ് അടിക്കണമല്ലോ, കിട്ടുമായിരിക്കും. ഇപ്പം നല്ല വെയിലാണ് പുറത്തത്. ഇൻഫോ പാർക്കിൻ്റെ ആ ഒരു റോട്ടിലാണ് ഉള്ളത്. ജസ്റ്റ് ഇങ്ങോട്ട് കയറിയുള്ളൂ. ഞാൻ തണൽ നോക്കി വന്നിട്ട് ഇപ്പോൾ ഇൻഫോ പാർക്ക് എത്താറായി. തണലത്ത് എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ ഓർത്തിട്ട് കുറേ മാച്ച് ട്രിപ്പ് അടിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നല്ല, 1-2 ഞാൻ എടുത്തില്ല. പിന്നെ ആ ഫോട്ടോ വെച്ചിട്ടൊക്കെ അടിച്ചത് അത്യാവശ്യം ഫെയർ ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. റാപ്പിഡോയിൽ അടിക്കണില്ല. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനോ കൂട്ടത്തിൽ വെയിറ്റ് ചെയ്യാം. നല്ല ട്രിപ്പ് പോയിട്ട് നോക്കി പോകാമെന്ന് ഓർത്ത് ഇങ്ങനെ പനമ്പള്ളിയാറിലേക്ക് ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു 10-250 രൂപ കിട്ടിയാലേ നമുക്ക് ഈ പോണോണ്ട് മെച്ചോളി. അല്ലാണ്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ടൈം വേസ്റ്റ് ആവാൻ വെറുതെ. പിന്നെ മാത്രമല്ല ഈ ഉച്ച ടൈമിനൊക്കെ ശരിക്കും എല്ലായിടത്തും വണ്ടി ഒതുക്കിയിട്ടിട്ട് മാറി കിടന്ന് ഉറങ്ങണേ നല്ലത്. പിന്നെ നമുക്ക് വെറുതെ കിടക്കണ്ടല്ലാന്ന് ഓർത്തിട്ട് എന്തായാലും പോയി പിക്ക് ചെയ്തിട്ട് വേണ്ടത്. പെട്രോളിനെ പണിയാക്കാതെ കൊണ്ടുവിടാം. അങ്ങനെ പനമ്പള്ളിയാറെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ അതിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 235 രൂപ നമുക്ക് കിട്ടിയത്. 10 കിലോമീറ്ററൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കുഴപ്പമില്ല. മിനിമം ആ ഒരു എമൗണ്ടെങ്കിലും നമുക്ക് കിട്ടിയാൽ എന്തെങ്കിലും ഗുണമുള്ളൂ. ടോട്ടലി നമുക്കിപ്പോൾ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 1838 രൂപ ആയിട്ടുണ്ട്. പിന്നെ റാപ്പിഡോയിലും ഒരു ട്രിപ്പ് ഉണ്ട് 250 രൂപ. പിന്നെ 2000 രൂപ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നല്ലൊരു തണലൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് ഓർത്താണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ട്രിപ്പ് കിട്ടി എടുക്കില്ലേ. കുറച്ച് നേരം നല്ല ഉറക്കം വന്നിട്ട് രാവിലെ 10 മണിക്കല്ലാണ്ട് എണീറ്റ് ശീലമില്ലാത്ത പറയുന്നത്. ഇത്തിരി നേരത്തെ എണീറ്റ് അതിൻ്റെ പറ്റിയെന്ന് തോന്നുന്നു. ഉറക്കം വന്നിട്ടല്ല. ചേട്ടാ റെസ്റ്റ് എടുക്കട്ടെ. ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 118 രൂപ കാണിച്ച പിക്കപ്പ് ഇത് തൊട്ടടുത്തെന്നാ. 10 മിനിറ്റ് 12 മിനിറ്റിൻ്റെ ട്രിപ്പാണ് കാണിച്ചേക്കണത്. കുറച്ച് നേരം കിടന്നായിരുന്നു റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എങ്ങോട്ടാന്നാവും 2 കിലോമീറ്റർ വിൽക്കാണ്ട്. എങ്ങോട്ടാന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യണം. എല്ലാത്തിലും ഭയങ്കര ക്യാൻസലേഷൻ റേറ്റിംഗ് കൂടിയിട്ടുണ്ടാവും എൻ്റെ. ഹലോ സാർ, റാപ്പിഡോ ബുക്ക് ചെയ്തില്ലായിരുന്നോ? എവിടെയാ പോകാനുള്ളത്? പെട്ടെന്ന് പെരുമ്പടപ്പില്. ആ ഇപ്പൊ വരാവേ. എന്താണ്? ആ ഓക്കെ. അയ്യോ, കുറച്ചു നേരം കിടക്കാന്ന് ഓർത്താ. അപ്പോൾ ഊബറിലെ ട്രിപ്പ് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയത്. ഒരു 200 രൂപ കാണിച്ചത്. പള്ളൂരത്തേക്കാണ്. പള്ളൂരത്തല്ല, പെരുമ്പടപ്പ് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ പതിയെ പോയി അതെടുത്തിട്ട് പറ്റുമെന്നാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചെയ്താൽ ഉറങ്ങണം. നല്ല ഉറക്കം തന്നെ ഉണ്ട്. മിക്കവാറും വീട്ടിൽ കിടന്ന് ഉറങ്ങുമെന്ന് തോന്നണം. എന്തായാലും നോക്കണം. നമ്മൾ റാപ്പിഡോയിലെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ 201 രൂപ കിട്ടി. ടോട്ടൽ 450 രൂപ കിട്ടി ആയിട്ടുണ്ട് റാപ്പിഡോയിൽ. വരുന്ന വഴിക്ക് തന്നെ ഊബറിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തപ്പോൾ മഞ്ഞുമ്മലേക്ക് ഒരു 350 രൂപ കാണിച്ചിട്ട് അങ്ങോട്ടൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ലൊക്കേഷനിൽ തന്നെ 3 മിനിറ്റേ ഉള്ളൂ. 900, 1 കിലോമീറ്റർ ഇല്ല പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പോയി പിക്ക് ചെയ്യാൻ ഓർത്ത്. പിന്നെ ഇത് റീചാർജ് ചെയ്യാനുണ്ട്. ഇത് റീചാർജ് ചെയ്യണം. കസ്റ്റമർ ഡയറക്റ്റ് ഒരു 70 രൂപ പേ ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇപ്പോൾ ക്യാൻസലേഷൻ ഫീയും എല്ലാം കൂടി കൂട്ടിയിട്ട് എനിക്ക് 80 രൂപ അക്കൗണ്ടിൽ ഓൾറെഡി ഇതിൻ്റെ വാലറ്റിലുണ്ടായി റാപ്പിഡോയിൽ.
അപ്പോൾ അതെടുത്ത് റീചാർജ് ചെയ്ത് ഇനി 1000 രൂപ കോടാം. അപ്പോൾ ഊബറിൽ ആദ്യം പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ 334 രൂപ കിട്ടി. ടോട്ടലി 2173 രൂപ. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഉറക്കം വന്നിട്ടൊരു അവസ്ഥ കിട്ടിക്കണേ. ഒരു ചെറിയ ട്രിപ്പ് കൂടെ അടിച്ചായിരുന്നു. 100 രൂപ കാണിച്ചോ. 2 കിലോമീറ്റർ പോയി പിക്ക് ചെയ്യാൻ വെറുതെ എടുത്തും പോയി. വണ്ടി നൈസായിട്ട് ക്യാൻസൽ ചെയ്ത്. കുറേ ക്യാൻസലേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ. മിക്കവാറും ഊബർ ട്രിപ്പ് തരാണ്ടിരിക്കുമെന്ന് തോന്നണം. എന്തായാലും അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. നമ്മൊരു ഹോസ്പിറ്റൽ അവിടെ മഞ്ഞുമലുള്ള. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 6 കിലോമീറ്റർ. ഇത് നോക്കിയ പിക്കപ്പ് വന്നേക്കണ വീണ. എന്താ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ടാ, 5 കിലോമീറ്റർ പോയി പിക്ക് ചെയ്യണം. 4.8 കിലോമീറ്റർ. എന്നിട്ട് പിന്നെ 6 കിലോമീറ്റർ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. 150 രൂപ. അടിപൊളി ട്രിപ്പായി. ഇതൊക്കെ എങ്ങനെ മുതലാണ്? ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മാക്സിമം പിന്നെ പോയി പിക്ക് ചെയ്യാം നമുക്ക്. ക്യാൻസലേഷൻ്റെ ബഹളം വേണ്ടിന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. പറയണ്ട. വീണ്ടും അപ്പം തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ട്രിപ്പാണ്. എല്ലാം ക്യാൻസൽ ചെയ്താലും പണിയാ. റാപ്പിഡോയിലാണെങ്കിൽ ഇതുവരെ അടിച്ചിട്ടുമില്ല. റാപ്പിഡോ ഓഫ് ചെയ്തിട്ടേക്കാം. ഇത് 2 കിലോമീറ്റർ പോയിട്ട് പിക്ക് ചെയ്യാനുള്ളത്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. നമുക്ക് ഒബ്രോമാലിൻ്റെ അടുത്തേക്കാർന്ന ട്രിപ്പ്. അത് വരുന്ന വഴിക്ക് തന്നെ കളമശ്ശേരിക്ക് ഇത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് EH&M എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 400 മീറ്റർ ആണുള്ളത്. ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ. അതും പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാം. നമ്മളത് ഡെക്കാത്തലോണിലേക്ക് അറിഞ്ഞിട്ടാണ് ഡ്രോപ്പ്. അതിലെത്ര രൂപ കിട്ടി? 157 രൂപ കിട്ടി. 2500 ആവാറായിട്ടുണ്ട്. 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പം തന്നെ ഒരു ട്രിപ്പ് അടിച്ചത് കണ്ടില്ലേ? പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ 5.4 കിലോമീറ്റർ. എമൗണ്ടും കുറവാണ്. ഇങ്ങനെ ട്രിപ്പ് വന്നിട്ടുണ്ടെന്നാൽ നമുക്ക് മുതലാവൂല. കുറേ ട്രിപ്പായി ഇങ്ങനെ വന്നത്. കാരണം ക്യാൻസൽ ചെയ്യണോണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഓഫ്ലൈനിൽ പോകണോ അല്ലെങ്കിൽ ഓൺലൈനിലാണോ എന്നൊക്കെ ചോദിച്ചത്. എന്താണേലും ഇനിയിപ്പോൾ ബ്ലോക്കും ചെറുതായിട്ട് കൂടുന്നുണ്ട്. ഇത്ര നേരം നല്ല സമാധാനം ഉണ്ടായി വണ്ടി ഓടിക്കാനായിട്ട്. ഇനിയിപ്പോൾ ട്രാഫിക്കും അത്യാവശ്യം ചെറുതായിട്ട് കൂടി തന്നെയുണ്ട്. ട്രിപ്പും കൂടാൻ ചാൻസ് ഉണ്ട്. റേറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. നോക്കാം. നമുക്കപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. അതൊരു 3 കിലോമീറ്റർ ആണ് പിക്ക് ചെയ്യാനുള്ളത്. പിന്നെ എടുത്ത് പോയത് കൊണ്ടിട്ട് അത് മാത്രമല്ല കുഴപ്പമില്ലാത്ത റേറ്റിംഗ് കാണിച്ചായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണാണ്. 250 രൂപ ഫെയർ കാണിച്ചത്. ഒരുപാട് ക്യാൻസലേഷനും ഒരുപാട് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പണിയായത് കൊണ്ടിട്ടാണ് ഞാൻ പിന്നെ എടുത്തത്. എന്തായാലും 5 മിനിറ്റ് കാണിക്കണം പിക്ക് ചെയ്യാനായിട്ടുള്ള. പെട്ടെന്ന് പിക്ക് ചെയ്യട്ടെ. വൈകിട്ടായപ്പോഴത്തേക്കും ട്രിപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ മുളക് കടന്ന് എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചേക്കണം. 1.5 പിക്ക് ചെയ്യാനായിട്ട് 5 മിനിറ്റ്. പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. ഇതേണ്ട വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എത്തിയ ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് 250 രൂപയാണ്. ടോട്ടലി 3000 രൂപ ആറായിട്ടുണ്ട്. അപ്പം ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. അത് നമ്മുടെ പള്ളുരുത്തിയിലേക്കാണ്. പള്ളുരുത്തി നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക്.
മടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ CNG ഒരു 3 വട്ടം കൂടെ ഉണ്ട്. ഇപ്പം പള്ളുരുത്തി വരെ എത്തിക്കഴിയാൻ നേരത്ത് അത് ഒതുങ്ങും. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ഒരു 1.2 കിലോമീറ്റർ ഉള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. പിക്ക് ചെയ്തിട്ട് നോക്കാൻ ബാക്കി. 494 കഴിഞ്ഞാലേ ഇങ്ങനെ നമ്മൾ പള്ളൂരുത്തി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടോട്ടൽ 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടി. ഈ ട്രിപ്പിൽ 300 കാണിച്ചത്, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മുടെ ഊബർ ലേണിങ്സ് എത്രയാണ്? 3278 ആയിട്ടുണ്ട്. റാപ്പിഡോയിൽ ഇത് സംസാരിച്ചോണ്ട് ഇന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചേക്ക്. ഇതും കൂടി ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ മിക്കവാറും വീട്ടിലാട്ടും. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ചെല്ലാനം എന്നാണ് തോന്നുന്നത്, ചെല്ലാനത്തേക്കാന്ന് തോന്നുന്നത്. നോക്കട്ടെ. ഇപ്പോൾ പള്ളൂരുത്തിയിലാണുള്ളത് ഞാൻ. ലാസ്റ്റ് ആ ട്രിപ്പ് കിട്ടിയത് ചെല്ലാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. അതിൽ 257 രൂപയാണ് നമുക്ക് കിട്ടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരാളാക്കിയിട്ട് ഫോട്ടോ വെച്ചിക്ക് വരാൻ നിൽക്കണമായിരുന്നു. അപ്പോൾ പുള്ളി ഒന്ന് ഫോട്ടോ വെച്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നമുക്ക് അവിടെ നിന്നൊരു പിന്നെ ഓഫ്ലൈനിലാണ് ആ ട്രിപ്പ് എടുത്തത്. ഊബറിൽ ഓടിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3278 രൂപയൊക്കെ. അവിടെ നിന്ന് ആ ഫോട്ടോ വെച്ചിക്ക് ആ ട്രിപ്പ് കിട്ടി കൊണ്ടിട്ട് ഏതായാലും നന്നായി. കാരണം അവിടെ നിന്നല്ലെങ്കിൽ എനിക്ക് റിട്ടേൺ ചെല്ലാനെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ റിട്ടേൺ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുണ്ട്. ഇപ്പം ഞാൻ ഫോട്ടോ വെച്ചിലാണുള്ളത്. അപ്പോൾ അത് 3278 പിന്നെ റാപ്പിഡോയിൽ 707. പോരാത്തതിന് ഇപ്പം അവിടെ നിന്ന് ഫോട്ടോ കൊച്ചിയിലേക്ക് ഓഫ്ലൈനായിട്ടാണ് വന്നത്. അതിൽ പുള്ളി ഒരു 500 രൂപ വന്നിട്ടുണ്ടായി. മൊത്തം 4485 രൂപ കിട്ടിയിട്ടുണ്ട്. പുള്ളി അടിച്ചിട്ടുണ്ടായി. കൊച്ചിനിതേ ചോക്ലേറ്റൊക്കെ മേടിച്ച് തന്നാ വിട്ടേ. ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടും കൂടി ഉണ്ടല്ലോ. പിന്നെ ചോക്ലേറ്റ് മേടിച്ച് ആ പുള്ളി ഫുഡ് മേടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായി. ചേട്ടാ ഡയറി മിൽക്ക് മേടിച്ച് തന്ന് ഫുഡ് മേടിക്കാൻ കയറിയിട്ടുണ്ടായി. ഇപ്പോൾ ഫുഡ് കൊച്ചിന് മേടിച്ച് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ കറി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാണ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടലി നമ്മൾ ഇന്ന് നോക്കാനാണെങ്കിൽ 4485 രൂപ ഓടിയിട്ടുണ്ട്. പിന്നെ അത് CNG നോക്കാനാണെങ്കിൽ CNG അത്യാവശ്യം ഇപ്പം ഫുള്ളുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് അടിച്ചിട്ട് വരുന്ന വഴിക്ക് അടിച്ചിട്ടാണ് പോകുന്നത് ഒരു 500 രൂപക്ക്. അപ്പം അതുകൊണ്ട് ബാലൻസ്. പിന്നെ ഇപ്പം ഈ വന്നെന്ന് പറഞ്ഞാൽ പുള്ളി കുറച്ച് കടകളിലൊക്കെ കയറിയിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് കേട്ടോ, ഇതിപ്പോൾ ഇട്ട് തന്നെ പൈസ 9:34 സമയം. ഇപ്പോൾ 9:40. അപ്പോൾ കുറച്ച് കടകളിലൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 10-300 രൂപ മതി എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേണും കൂടി അറിഞ്ഞുകൊണ്ടിട്ട് അത്രയും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി 500 രൂപ കിട്ടുമെന്ന്. പിന്നെ അത് മിഠായി മേടിച്ചു തന്ന് അടിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി സമ്മതിക്കണില്ല. അവസാനം എന്തെങ്കിലും മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് മിഠായി മേടിച്ചു തന്നത്. പൈസയും ചോദിച്ചിട്ട് 300 രൂപ 200 രൂപ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളി 500 ആയിട്ട് ഇട്ടുന്നു. ടോട്ടല് നമ്മൊരു 4500 രൂപ ഒറ്റ ഓടിയിട്ടുണ്ട് ഇന്ന്. അതിൽ നമുക്ക് CNG വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 രൂപയുടെ CNG ആണ്. ആദ്യം കുറച്ചുണ്ടായി, ഹാഫ് ടാങ്ക് ഉണ്ടായി. അപ്പോൾ അതിൽ ആദ്യം 700 രൂപ അടിച്ച് പിന്നെ 500 രൂപ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് 500 രൂപ അടിച്ച്. അപ്പോൾ 1200 രൂപയുടെ CNG വന്നേക്കണം. ബാക്കി 3285 രൂപ 3300 രൂപ ഒറ്റ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ CNG നോക്കാനാണെങ്കിലും അത്യാവശ്യം CNGയും ബാലൻസ് ഉണ്ട് നമുക്ക്. രാവിലത്തേനേക്കാളും CNG അത്യാവശ്യം ഒരു 100 കിലോമീറ്ററോളമുള്ള കൂടുതൽ CNG ഉണ്ട് അതിൽ. അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. നമുക്ക് ഒരു 3300 രൂപ പറ്റിയ ഫ്യൂവലിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 700 രൂപക്ക് CNG അടിച്ചിട്ടുണ്ടായി. പിന്നെ ഒരു 500 രൂപക്ക് CNG അടിച്ചിട്ടുണ്ടായി. പക്ഷെ CNG നോക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പിന്നെ ബാലൻസ് ഉണ്ട്. രാവിലെ ഹാഫ് ടാങ്ക് ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഒരു 3/4 ടാങ്ക് പറ്റിയ CNG ഉണ്ട്. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ മാത്രമാണ് ഈ കാണിച്ചത്. എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഇത്ര രൂപ ഓടുമെന്ന് ഞാൻ പറയാനില്ല. കാരണം ഓട്ടോ ഇല്ലാണ്ട് ഇങ്ങനെ കിടന്നിട്ട് ബോറടിച്ച് ഭ്രാന്ത് പിടിച്ച് വീട്ടിലേക്ക് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം ഡിസംബർ, ജാനുവരി അങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ ഇപ്പൊ ഈ ഫെബ്രുവരി ആണെങ്കിലും
ഈ 2-3 മാസം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസവും അടിപൊളിയായിട്ട് നല്ല ഓട്ടം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നോമ്പൊക്കെ തുടങ്ങാവണേ, അപ്പൊ അതിൻ്റെതായ ഇത് കുറയും. ഈ കഴിഞ്ഞ 1-2 മാസം എന്നൊക്കെ പറയാൻ നേരത്ത് സീസൺ ആവാൻ വേണ്ടിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടായി ശരിക്കും പറഞ്ഞാല്. പിന്നെ എനിക്ക് അത്യാവശ്യം പേഴ്സണൽ ഓട്ടം ഉണ്ടാകാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോ ഇന്നിപ്പോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് എന്റെ ഇന്നത്തെ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. ഇനിയിപ്പോ പറയും ഞാൻ ഇപ്പൊ ഇതിലേക്ക് ആളിനെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആളിനെ വിളിച്ചു കൂട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വിളിച്ച് പെടുത്തിയെന്നൊക്കെ പറയും. അങ്ങനെ പെടുത്താൻ വേണ്ടിട്ടാ ചെയ്യണമെന്നല്ല, ഞാൻ എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ളൂ. ഇപ്പൊ നാളെ ഒരു ദിവസം ഇറങ്ങിയിട്ട് ഓട്ടോ ഇല്ലെന്നാണെങ്കിൽ ഞാൻ അതിന് ഷെയർ ചെയ്യും, അതേപോലെ തന്നെ ഷെയർ ചെയ്യും. ഇപ്പൊ രാവിലെ ആകുമ്പോൾ ഇറങ്ങാൻ നേരത്തെ എത്ര രൂപ ഓടാൻ പറ്റും, 4500 രൂപ ഓടാൻ പറ്റുന്ന, 2000 രൂപ ഓടാൻ പറ്റുമെന്നാ വിചാരിച്ചിട്ടല്ല ഇറങ്ങണേ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര രൂപ മെയിൻ ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ രസകരമായിട്ടുള്ള പല കാര്യങ്ങളൊന്നും ഇപ്പൊ ഈ ചേട്ടൻ വന്നിട്ട് ഈ മിഠായി മേടിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള നമ്മുടെ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഷെയർ ചെയ്യാന്ന് ഓർത്തിട്ട് അമ്മ വീഡിയോസ് ചെയ്യണം. അല്ലാണ്ട് ആരെയും പെടുത്തണമെന്നാ അങ്ങനെയുള്ള ഉദ്ദേശത്തിലൊന്നും ചെയ്യണമല്ല. അപ്പോ നിങ്ങൾക്ക് ഇതേപോലെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഇതേപോലെ ഇപ്പോൾ ഇറങ്ങിയിട്ട് നമ്മ ഓട്ടം കുറവാണെങ്കിൽ കുറവായിട്ടും ഉണ്ടെങ്കിൽ ഉള്ളതായിട്ടും ഉള്ളതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമന്റ് ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.